നമസ്കാരം. 2005 സെപ്റ്റംബർ 13 രാവിലെ ഏകദേശം ഒരു 11 മണിയാവും. ആ സമയത്ത് ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഒരു നല്ല സൂട്ട് കേസ് ആ വേസ്റ്റുകൾക്കിടയിൽ കണ്ടു. ശരിക്കും അയാള് ഈ JCB പോലുള്ള സംവിധാനം ഉപയോഗിച്ച് വേസ്റ്റുകൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കൂട്ടുമ്പോഴാണ് നല്ല തിളക്കമുള്ള സൂട്ട് കേസ് അയാൾ ശ്രദ്ധയപ്പെടുന്നത്. അയാൾ ഉടൻ JCB നിർത്തി ആ സൂട്ട് കേസ് എടുത്തു. നല്ല പുതിയ സൂട്ട് കേസാണ്. ഇതാരാ ഇവിടെ വലിച്ചെറിഞ്ഞത്? ആ സൂട്ട് കേസ് വലിച്ച് കുറച്ച് മാറ്റി നിർത്തപ്പോഴേക്കും മറ്റൊരു ജോലിക്കാരൻ കൂടി അങ്ങോട്ട് വന്നു. ആ സൂട്ട് കേസ് അവർ രണ്ടും കൂടി പിടിച്ചു പൊക്കുമ്പോൾ നല്ല ഭാരമുണ്ട്. എന്തോ കാര്യമായ സാധനങ്ങൾ ആ സൂട്ട് കേസിനകത്ത് വെച്ചിട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സൂട്ട് കേസ് വേസ്റ്റ് കളയാൻ വേണ്ടി ഉപയോഗിച്ചത് ഇതാരാ എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ആ സൂട്ട് കേസ് ഒരു പരിവത്തിൽ തുറന്നു. ആ സൂട്ട് കേസ് തുറക്കുന്ന സമയത്ത് ശരിക്കും അവർ ഞെട്ടി. അതിനകത്ത് ഒരു സുന്ദരിയായ യുവതിയെ ഏതാണ്ട് ഒടിച്ചു മടക്കി അതിനകത്ത് കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ ലേഡിയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ആ സ്ത്രീ മരിച്ചുവെങ്കിലും മരിച്ചിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. അവരുടെ ബോഡിയിൽ നിന്ന് ചൂട് പോയിട്ടേ ഉള്ളൂ. ബോഡി അഴുകി തുടങ്ങിയിട്ടില്ല. വിവരം ഉടൻ തന്നെ ആ ലാൻഡ് ഫില്ലിംഗ് മേഖലയുടെ ചുമതല വഹിക്കുന്ന ആള് സമീപത്തുള്ള സ്റ്റേഷനിൽ അറിയിച്ചു. ടെക്സാസിൽ ഒത്തിരി സിറ്റികളുണ്ട്. ആ സിറ്റികളുടെ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ലാബോ സിറ്റിയിലെ ആ മേഖല ഏകദേശം 1200 ഏക്കറായി പരന്നു കിടക്കുന്നതാണ്. ആ 1200 ഏക്കറിനെ 50 ഏക്കർ വീതമുള്ള പ്ലോട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ പ്ലോട്ടും ഓരോ സിറ്റിക്കായി അലോട്ട് ചെയ്തിരിക്കുന്നതാണ്. ലാബോ സിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ആ സൂട്ട് കേസ് കിടന്നത്. ഉടൻ തന്നെ ആ ഏരിയ കണക്ട് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ ആളുകൾ അവിടെ എത്തി. കൂടെ ഫോറൻസിക് ടീമും വന്നിട്ടുണ്ട്. വിശദമായ പരിശോധന ആ ബോഡിയുമായി ബന്ധിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തു. ആ സ്ത്രീ മരിച്ചിട്ട് 24 മണിക്കൂർ ആകില്ല. ആ സ്ത്രീയുടെ ബോഡി പരിശോധിച്ചു തുടങ്ങിയ ആ നിമിഷത്തിൽ തന്നെ ഫോറൻസിക് ടീം അത്തരം ഒരു നിഗമനത്തിലാണ് എത്തിയത്. ആ സൂട്ട് കേസിനകത്തേക്ക് ആ സ്ത്രീയെ ഇടിച്ച് കയറ്റുമ്പോൾ ആ സ്ത്രീക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ആ സൂട്ട് കേസിനകത്തിരുന്നാണ് ആ സ്ത്രീ മരിച്ചിരിക്കുന്നത്. ജീവനോടെ ഒരു സ്ത്രീയെ സൂട്ട് കേസിനകത്തേക്ക് കുത്തി നിറച്ചത് ആരാണെങ്കിലും ചെയ്തത് ക്രൂരകൃത്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫോറൻസിക് ടീമും പോലീസും ഈ ലാൻഡ് ഫില്ലിംഗ് മേഖലയിൽ നിൽക്കുന്ന ബാക്കി ആളുകളൊക്കെ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നൊരു അന്വേഷണത്തിലേക്ക് ആ അന്വേഷണ സംഘം കടക്കുകയാണ്. ചുവന്ന തലമുടിക്കാരിയായ ആ ലേഡിയുടെ പുറത്ത് ഒരു വസ്ത്രവും ഉണ്ടായിരുന്നില്ല. കാലിൽ ഒരു ടാറ്റു ഉണ്ട്. ആ ടാറ്റു ഒരു വാക്കാണ്, സമ്മർ എന്നാണ് ആ വാക്ക്. സൂട്ട് കേസിനകത്തേക്ക് അവരെ കയറ്റുന്ന സമയത്ത് അവരുടെ കൈയും അതുപോലെ കാലും ഒടിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒടിച്ച് അകത്ത് വെക്കുകയായിരുന്നു. ആ സ്ത്രീ 2.5 മാസം പ്രഗ്നന്റ് ആണ്. എന്നാൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവര് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ വിരലുകൾക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഫിംഗർ പ്രിന്റുകൾ എളുപ്പം ശേഖരിക്കാൻ പറ്റി. ആ ഫിംഗർ പ്രിന്റിനെ പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ശേഖരവുമായി ഒന്ന് മാച്ച് ചെയ്യിപ്പിച്ചപ്പോൾ അത് മാച്ചായി. പോലീസിന്റെ റെക്കോർഡിലുള്ള 29 വയസ്സുകാരിയായ സമ്മർലിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ പണ്ട് ഒരു തവണ പോലീസ് പ്രോസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡേറ്റ ഉടൻ തന്നെ പോലീസ് എടുത്തു. അവര് വിവാഹിതയാണ്. അവർക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ചുമതല അവർക്ക് വന്നപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുത്തത്. അക്കാര്യം അങ്ങനെ തന്നെ പോലീസ് ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കണക്ട് ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് പോലീസിന് കിട്ടിയ ഇൻഫർമേഷനാണ് പോലീസ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ ജീവിതമാർഗമായി സ്വീകരിച്ചിരുന്ന ആ സ്ത്രീ അവസാനം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സൂട്ട് കേസ് കിടന്ന സ്ഥലവും തുറന്ന സ്ഥലവും ഒക്കെ ആ മാലിന്യ കൂമ്പാരമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് DNA ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഒരുപാട് ആളുകളുടെ DNA ആ സാമ്പിളിനൊപ്പം കലരും. കൊല ചെയ്ത ആളെ കണ്ടെത്താൻ ആ ബോഡിയുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ആ സൂട്ട് കേസ് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പുതിയ സൂട്ട് കേസാണ്. ആ സൂട്ട് കേസിൽ ഒരു ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് ബേസ് ചെയ്ത് പോലീസ് ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ആ സൂട്ട് കേസ് വിറ്റ കട പിടികിട്ടി. വാൾമാർട്ട് വിതരണ ശൃംഖലയിലെ ഒരു കടയിലാണ് ആ സൂട്ട് കേസ് വിറ്റിരിക്കുന്നത്. പോലീസ് ആ കടയിലെത്തി. അവർ അതിവേഗം തന്നെ ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. സെപ്റ്റംബർ 12 പുലർച്ചെ 3 മണിക്കാണ് ആ സൂട്ട് കേസ് ഒരു ചെറുപ്പക്കാരൻ വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 13 പകലാണ് ആ ബോഡി കണ്ടെത്തുന്നത്. ആ സൂട്ട് കേസ് വാങ്ങിച്ച ചെറുപ്പക്കാരന്റെ വിഷ്വൽ വാൾമാർട്ടിലെ ഷോപ്പിലെ CCTV ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരന് ഒരു 6 അടിയോളം പൊക്കമുണ്ട്. അവനൊരു ഗ്രീൻ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഷോർട്സ് ആണ് അതിന്റെ കൂടെ ഉള്ളത്. സൂട്ട് കേസിനൊപ്പം അവൻ 2 ഗ്ലൗസും വാങ്ങിയിട്ടുണ്ട്. അകത്ത CCTV ക്യാമറയിൽ നിന്ന് അത്രയും വിവരങ്ങൾ മാത്രമാണ് കിട്ടിയത്. എന്നാൽ പുറത്തെ ക്യാമറയിൽ അവൻ വന്ന വാഹനം പെട്ടിട്ടുണ്ട്. അതൊരു ചുവന്ന പിക്കപ്പ് വാനാണ്. പക്ഷെ CCTV ക്യാമറയിൽ
ആ വാഹനത്തിന്റെ നമ്പർ പതിയുന്ന ശൈലിയിലല്ല ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ വാഹനം മൂവ് ചെയ്യുമ്പോഴും ആ നമ്പർ ക്യാമറയിൽ പതിയുന്നില്ല. ആ ചെറുപ്പക്കാരൻ പണം പേ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്തിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ പോലീസിന് അത് ഒരു വല്ലാത്ത ആശ്വാസമായി. ക്രെഡിറ്റ് കാർഡ് ആരുടെ പേരിലാണെന്ന് അടുത്ത നിമിഷം പോലീസ് അറിഞ്ഞു. ഒരു റൊസാൻഡോയുടെ പേരിലാണ് ആ ക്രെഡിറ്റ് കാർഡ്. റൊസാൻഡോ ആ സൂട്ട് കേസും ഗ്ലൗസുമായി ആ ചുവന്ന പിക്കപ്പ് വാനിലേക്ക് കയറി അവിടെ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. പുറത്ത് ഈ സമയത്ത് ആ സിറ്റിയിൽ CCTV ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായി. ആ CCTV ക്യാമറകളുടെ വിഷ്വലുകളിലൂടെ പോലീസ് നടത്തിയ ഒരു അന്വേഷണം പോലീസിനെ എത്തിച്ചത് ഒരു ഹോളിഡേ ഇന്നിലാണ്. ഒരു ഗ്യാസോലിൻ സ്റ്റേഷൻ, അതായത് പെട്രോൾ പമ്പിലേക്ക് കയറിയ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം നിറച്ചതിന് ശേഷം അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തുള്ള ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ ആ ഹോട്ടലിലെത്തി. ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അവൻ 12-ാം തീയതി അവിടെ മുറി എടുത്തിട്ടുണ്ടെന്നും 12-ാം തീയതി തന്നെ വെക്കേറ്റ് ചെയ്തെന്നും മനസ്സിലായി. അവൻ മുറി വെക്കേറ്റ് ചെയ്ത് പോയെങ്കിലും ആ മുറി ഒന്ന് പരിശോധിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു താല്പര്യം. അങ്ങനെയാണ് ഹോട്ടലുകാർ ആ മുറി പോലീസിന് തുറന്നു കൊടുക്കുന്നത്. ശരിക്കും ആ മുറി ക്ലീൻ ചെയ്തിട്ടില്ല. പോലീസ് എത്തപ്പോൾ ആ മുറിയിൽ കയറുമ്പോൾ തന്നെ രക്തമാണ് പോലീസിന്റെ ശ്രദ്ധ ആദ്യം പിടിച്ചെടുത്തത്. ശരിക്കും ചെറിയ തോതിൽ രക്തം അവിടെ തറയിലും ചുവരിലും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു ക്രൈം നടന്നതിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. പോലീസ് ആ മുറി മുഴുവൻ പരിശോധിച്ചു. അതിനകത്തുനിന്ന് പിന്നീട് ഒന്നും പോലീസിന് കിട്ടിയില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ആ കോറിഡോറിന്റെ മൂലയിലിരിക്കുന്ന വേസ്റ്റ് ബോക്സ് പരിശോധിച്ച പോലീസിന് അതിനകത്തുനിന്ന് 2 ഗ്ലൗസ് കിട്ടി. ആ ഗ്ലൗസിൽ രക്തം പറ്റിയിട്ടുണ്ട്. ആ ഗ്ലൗസ് കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം തുടർന്ന് കൗണ്ടറിലെത്തി. ആ ഹോട്ടലിൽ മുറി എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ID കാർഡിന്റെ കോപ്പി കൊടുക്കണം. അവിടെ ആ മുറിയെടുത്ത വ്യക്തി കൊടുത്തിരിക്കുന്നത് അവന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയാണ്. ആ കോപ്പി പോലീസ് സംഘടിപ്പിച്ചു. റൊസാൻഡോ റോഡ്രിഗ്യൂസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവന്റെ സ്ഥലം സാൻ ആന്റോണിയോ ആണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100-600 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് അവന്റെ അഡ്രസ്സായി കാണിക്കുന്നത്. ആ രജിസ്റ്ററിൽ അഡ്രസ്സിന് പുറമെ അവന്റെ മൊബൈൽ നമ്പർ കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പോലീസ് ആ മൊബൈലിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയപ്പോൾ അത് സാൻ ആന്റോണിയയിലാണെന്ന് മനസ്സിലായി. റൊസാൻഡോയുടെ കയ്യിൽ അപ്പോഴും ഓണായിട്ട് ആ മൊബൈൽ ഉണ്ട്. ലബോ സിറ്റിയിലെ പോലീസ് ഉടൻ തന്നെ സാൻ ആന്റോണിയോ പോലീസിന് വിവരം കൈമാറി. അങ്ങനെയാണ് സാൻ ആന്റോണിയോ പോലീസിലെ ഒരു ടീം റൊസാൻഡോയുടെ വീട്ടിലെത്തുന്നത്. പോലീസ് ആ വീട്ടിലെത്തുമ്പോൾ റൊസാൻഡോയുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ട്. അവരോട് റൊസാൻഡോയെ കുറിച്ച് തിരക്കിയപ്പോൾ അവൻ മുറിയിലുണ്ടെന്ന് അവർ മറുപടി പറഞ്ഞു. പോലീസ് അവരുടെ അനുവാദത്തോടു കൂടി ആ വീട്ടിനകത്തേക്ക് കയറി അവന്റെ മുറിയുടെ മുന്നിലെത്തി. മുറി പൂട്ടിയിരിക്കുകയാണ്. മുറിയിൽ തട്ടുന്ന ശബ്ദം കേട്ട് റൊസാൻഡോ വാതിൽ തുറക്കപ്പോൾ പുറത്ത് പോലീസ് നിൽക്കുന്നത് അവൻ കണ്ടു. അവന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. അവൻ പോലീസിനെ കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. ശരിക്കും അവൻ പോലീസിനെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് അവന്റെ റിയാക്ഷൻ വിളിച്ചു പറയുകയാണ്. പോലീസ് അവനെ പൊക്കിയതിനു ശേഷം പോലീസ് അവനോട് പറഞ്ഞു, നിന്റെ പേരിൽ ഒരു കൊലക്കുറ്റം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. നിന്റെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടും ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവര് ആ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മുറി പരിശോധിച്ചു. പോലീസ് അവനെയും കമ്പ്യൂട്ടറിനെയൊക്കെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ സാൻ ആന്റോണിയോ പോലീസ് പല ചോദ്യങ്ങളും അവനോട് ചോദിച്ചെങ്കിലും അവൻ തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു മറുപടി മാത്രമാണ് പറയുന്നത്. അവന് അങ്ങനെ ഒരു സമ്മർലിയും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെ പറയുന്നത് മാത്രമല്ല, പോലീസിനോട് അവൻ മറുചോദ്യം ചോദിക്കുകയും ചെയ്തു. ആരാ ഈ സമ്മർലി? അവൾ എവിടത്തെ ഏരിയ? അങ്ങനെ അവൻ ചോദിച്ചതും പോലീസ് അവനോട് ലാബോ സിറ്റിക്കാരിയാണ് സമ്മർലി എന്ന് പറഞ്ഞപ്പോൾ, ലാബോ സിറ്റി അതൊക്കെ ദൂരെയല്ലേ എന്നാണ് അവന്റെ മറുപടി. എന്തായാലും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലാബോ സിറ്റിയിലെ പോലീസ് എത്തുന്നതും പോലീസ് അവനെ ഏറ്റുവാങ്ങുന്നത്. സാൻ ആന്റോണിയിൽ നിന്ന് ലാബോ സിറ്റിയിലേക്ക് അവനെ കൊണ്ടുവരപ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ ലാബോ സിറ്റിയിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ ആ ഹോട്ടലിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഗ്ലൗസിൽ അതിവേഗമാണ് പരിശോധന ലാബുകാർ നടത്തിയത്. ആ പരിശോധനയിൽ ലാബുകാർ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗ്ലൗസിന്റെ പുറത്ത് ഒരു വ്യക്തിയുടെ DNA ഉണ്ടായിരുന്നു, അകത്ത് മറ്റൊരു വ്യക്തിയുടെ DNA ഉണ്ടായിരുന്നു. ആ പുറത്തെ DNA കൊല്ലപ്പെട്ട സമ്മർലിയുടെ DNA മാച്ച് ചെയ്തു. അകത്തെ DNA അവരെടുത്തു വെച്ചിരിക്കുകയാണ്. ഈ കക്ഷിയെ അവിടെ എത്തിച്ചതും അവന്റെ DNA പ്രൊഫൈലിനെ ആ ഗ്ലൗസിനകത്ത് നിന്ന് കിട്ടിയ DNA പ്രൊഫൈലുമായി ഒന്ന് മാച്ച് ചെയ്യിപ്പിച്ചു പോകും. രണ്ടും മാച്ച് ആകുന്നു. ആ നിമിഷം മുതൽ റൊസാൻഡോയെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി തുടങ്ങി. ആ ഗ്ലൗസിനകത്ത് എങ്ങനെ അവന്റെ DNA വന്നു? അതിനാണ് അവൻ ഉത്തരം പറയേണ്ടത്. അവൻ അറിയില്ല എന്ന ശൈലിയിൽ അവന് ഉത്തരം പറഞ്ഞെങ്കിലും അവനെ ആ CCTV വിഷ്വൽ കാണിച്ചപ്പോൾ അവന് പിന്നെ പോലീസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. ലാബോ സിറ്റിയിൽ അവൻ ആ വാൾമാർട്ടിന്റെ സ്റ്റോറി കയറി ആ സൂട്ട് കേസ് വാങ്ങുന്നതും ഗ്ലൗസ് വാങ്ങുന്നതും വ്യക്തമായിട്ടും ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതേ ഗ്ലൗസ് ആണ് അവന്റെ രക്തവുമായി പോലീസിന്റെ കൈവശം കിട്ടിയത്. അതേ ഗ്ലൗസിനകത്താണ് അവന്റെ തൊലി പറ്റിപ്പിടിച്ചിരുന്നത്. അതിൽ നിന്നാണ്
അവന്റെ DNA ലാബുകാർ ഐഡന്റിഫൈ ചെയ്തത്. എന്നിട്ടും അവൻ കുറ്റസമ്മതം നടത്താതിരിക്കുമ്പോഴാണ് മറ്റൊരു ലാബ് റിപ്പോർട്ട് കൂടി അവിടെ എത്തുന്നത്. ഈ സമ്മർലിയുടെ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത സെമനിൽ നടത്തിയ DNA പരിശോധന ആ കാര്യം പ്രൂവ് ചെയ്തു. ആ സെമൻ ഈ റൊസാൻറ്റിയുടേതാണ്. ആ കാര്യം പ്രൂവ് ചെയ്തതോടുകൂടി റൊസാൻറ്റിക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. അങ്ങനെയാണ് അവൻ പോലീസിനോട് കുറ്റം സമ്മതിക്കുന്നത്. അവന്റെ കുറ്റസമ്മതം വളരെ സിമ്പിളാണ്. അവനാണ് സമ്മർലിയെ കൊന്നത്. പക്ഷേ പോലീസ് പറയുന്ന കാര്യത്തിനല്ല കൊന്നത്. പോലീസ് പറയുന്നത് അവൻ അവളെ ക്രൂരമായി റേപ്പ് ചെയ്തു എന്നാണ്. അതവൻ പൂർണ്ണമായി നിഷേധിച്ചു. അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അവൻ വഴിക്ക് വെച്ച് കണ്ടു. അവളെ അവൻ വിളിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി. സെക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾ പൈസ ചോദിച്ചു. പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് അവൻ. അങ്ങനെ ആ വഴക്കാണ് അവസാനം കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്ന ആളുകൾ ആ പ്രക്രിയയിൽ ഏർപ്പെടുന്നത് തന്നെ പണം കിട്ടാൻ വേണ്ടിയാണ്. കാര്യം കഴിഞ്ഞതിന് ശേഷം പണം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്ന ആളുകൾ അവരുടെ ആ പാർട്ട്ണറെ കോളർ കയറി പിടിക്കും. സമ്മർലി അവനെ അങ്ങനെ പിടിച്ചു നിർത്തിയതും അതൊരു വഴക്കായി മാറിയതാണ്. അവൾ മരിച്ചു എന്ന് ഉറപ്പായതും ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചാണ് അവൻ ആ സൂട്ട് കേസിൽ എത്തുന്നത്. വലിയ സൂട്ട് കേസിനകത്ത് അവളെ ഓടിച്ച് മടക്കിയിട്ട് ആ ലാൻഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിട്ടാൽ ഈ ലാൻഡ് ഫില്ല് ചെയ്ത് വരുമ്പോൾ സൂട്ട് കേസൊക്കെ മണ്ണിനടിയിലായിപ്പോ ഒരു കാരണവശാലും അവൾ വഴി അവനിലേക്ക് ആരും അന്വേഷിച്ചെത്തില്ല എന്ന് അവന് 100% ഉറപ്പായിരുന്നു. പിന്നെ പേടിക്കാനുള്ളത് ഈ ഫിംഗർ പ്രിന്റ് ആണ്. ആ ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചത്. പക്ഷെ എന്നിട്ടും ആ ഗ്ലൗസിനകത്ത് അവന്റെ രോമവും തൊലിയൊക്കെ പറ്റിപ്പിടിച്ചത് അവനെ കുടുക്കുകയും ചെയ്തു. എന്തായാലും അവനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. വിചാരണ തുടങ്ങുന്നതുവരെ അവനെ റിമാൻഡ് ചെയ്യാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. അവനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് അവന്റെ കമ്പ്യൂട്ടർ വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കുന്നത്. അവന്റെ ഒരു സെർച്ച് ഹിസ്റ്ററിയാണ് പോലീസിന്റെ ശ്രദ്ധ ആദ്യം പിടിച്ചു പറ്റിയത്. അന്നുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവൻ നടത്തിയിരിക്കുന്ന സെർച്ച് രസകരമായ ചില പേരുകൾ പോലീസിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അവൻ സെർച്ച് ചെയ്തിരിക്കുന്നത് ചില പെണ്ണുങ്ങളുടെ പേരുകളാണ്. സമ്മർലിയുടെ പേര് ആ കൂട്ടത്തിലുണ്ട്. അതിന് പുറമെ കണ്ട ഒരു പേര് പോലീസിന്റെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റി. അത് ജോഅന്ന റോഗേഴ്സ് ആണ്. ജോഅന്ന റോഗേഴ്സ് എന്ന പേര് കണ്ടപ്പോൾ പോലീസിന് വല്ലാത്തൊരു അതിശയം. കാരണം ഈ ജോഅന്ന റോഗേഴ്സ് 2004 മെയ് മുതൽ മിസ്സിംഗ് ആണ്. കൃത്യമായി പറഞ്ഞ മെയ് 4 മുതൽ. ഈ പോലീസ് തന്നെയാണ് റോഗേഴ്സിന്റെ കേസും അന്വേഷിക്കുന്നത്. ഒരു കൊല്ലമായിട്ട് പോലീസ് അവളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കുറിച്ചുള്ള ഒരു വിവരവും പോലീസിന് കിട്ടാതിരിക്കുന്ന ആ സമയത്താണ് ഈ ചെറുപ്പക്കാരന്റെ കമ്പ്യൂട്ടറിനകത്ത് അവളുടെ പേര് കാണുന്നത്. അനവധി തവണ അവൻ ഇന്റർനെറ്റിൽ ആ പേര് തിരഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് പോലീസ് അവന്റെ സ്കൈപ്പ് അക്കൗണ്ട് വഴി അവന്റെ ചാറ്റ് ഒന്ന് പരിശോധിക്കുന്നത്. സ്കൈപ്പ് ജസ്റ്റ് ഒന്ന് വിപുലമായി വരുന്നതേ ഉള്ളൂ. സ്കൈപ്പ് പോലെ അവൻ പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് യാഹു മെസ്സഞ്ചറാണ്. ആ മെസ്സഞ്ചർ ആപ്പ് വഴിയും അവൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, സ്കൈപ്പ് വഴിയും ചാറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ആ ചാറ്റിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ പേര് കാണുകയാണ്. അവര് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ മിസ്സിംഗ് പെൺകുട്ടിയുടെ പേരാണ് ആ ചാറ്റിനകത്ത് കടന്നു വരുന്നത്. ആ പെൺകുട്ടിയും ഈ റൊസാൻറ്റിയും തമ്മിൽ അനവധി തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ജോവാന 2004 മെയ് 4 മുതലാണ് കാണാതായത്. മെയ് 3 രാത്രി പോലും അവളും റൊസാൻറ്റിയും തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ജോവാന ഒരു വിദ്യാർത്ഥിനിയാണ്, അതേസമയത്ത് ഒരു പാർട്ട് ടൈം വർക്കറുമാണ്. ഒരു സാൻഡ്വിച്ച് ഷോപ്പിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ജോവാന മെയ് 3 ഏകദേശം അർദ്ധരാത്രി ആകാറായപ്പോഴാണ് അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അവൾ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നു കൊടുത്തത് അവളുടെ മാതാപിതാക്കൾ തന്നെയാണ്. രാത്രി വീട്ടിൽ എത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന പതിവ് അവൾക്കില്ല. അവള് വരുന്ന സാൻഡ്വിച്ച് ഷോപ്പിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അവൾ വരിക. അച്ഛനും അമ്മയോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവള് കിടക്കയിൽ പോയി കിടന്നതാണ്. മകള് ഉറങ്ങാൻ കിടന്നതിന് ശേഷമേ അച്ഛനും അമ്മയും സാധാരണഗതിയിൽ ഉറങ്ങാൻ പോകാറുള്ളൂ. അന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ പിറ്റേന്ന് രാവിലെ അവര് മകളുടെ കിടക്കയിൽ നോക്കുമ്പോൾ അവളില്ല. അവളെ ആ വീട് മുഴുവൻ തിരക്കിയപ്പോൾ ആ വീട്ടിനകത്ത് അവളില്ല. സാധാരണഗതിയിൽ അവൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഡ്രസ്സ് പോലും അവൾ മാറിയിട്ടില്ല. അവൾ രാത്രി ഇട്ട് കിടന്ന അതേ ഡ്രസ്സിൽ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇവൾ അതിരാവിലെ എങ്ങോട്ടാണ് എണീറ്റ് പോയത്? അങ്ങനെ അച്ഛനമ്മയും ചോദിക്കാൻ കാരണമുണ്ട്. കാരണം മുൻവശത്തെ വാതില് ചാരിയിട്ടേ ഉള്ളൂ. അവള് അവരോട് പറയാതെ പുറത്തു പോയിരിക്കുകയാണ്. അന്ന് പകല് അവര് ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് തിരക്കിയിട്ടും അവളെ കാണാതെ വന്നപ്പോഴാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്. പോലീസും വീട്ടുകാരും അവൾ വർക്ക് ചെയ്തിരുന്ന ആ സാൻഡ്വിച്ച് സ്ഥാപനത്തിലെ ആളുകളും ഒക്കെ അന്വേഷണത്തിൽ സജീവമായി സഹകരിച്ച് നടത്തിയ അന്വേഷണം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും ഒരു റിസൾട്ടും ഉണ്ടാക്കിയില്ല. അവളെ തിരക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല എന്ന് പറയുന്നതാണ് ശരി. തികച്ചും അപ്രതീക്ഷിതമായി ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ പെൺകുട്ടി കാണാതായി. പത്രത്തിൽ വലിയ വാർത്തകളും
സെൻസേഷണൽ തിരച്ചിലൊക്കെയായി മാറിയ വിഷയമാണ്. ആ ജോവാനയ്ക്ക് ശരിക്കും ഈ ജയിലിനകത്ത് കിടക്കുന്ന റൊസാൻഡയെ പരിചയമുണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും ആ കാര്യം. എന്തുകൊണ്ട് അന്ന് അന്വേഷണ സംഘം ജോവാനയുടെ സ്കൈപ്പും മെസ്സഞ്ചറും ഒന്നും പരിശോധിച്ചില്ല എന്നുള്ളത് ഈ ചാറ്റ് കണ്ട പോലീസുകാര് അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഈ ചാറ്റ് സംഭവമൊക്കെ ഒന്ന് സജീവമായി വരുന്ന കാലഘട്ടമാണ്. എന്നാൽ 80കളുടെ അവസാനം മുതലേ ചാറ്റൊക്കെ ഉണ്ട്, അതങ്ങനെ സജീവമായിട്ടില്ല എന്നേ ഉള്ളൂ. 90കളിൽ പതുക്കെ പച്ചപിടിച്ചു വന്ന ആ ചാറ്റ് പരിപാടി മില്ലേനിയം പുലർന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ഈ കാണുന്ന ശൈലിയിലേക്കൊക്കെ മാറുന്നത്. നമ്മുടെ ഈ വാട്സാപ്പും ഫേസ്ബുക്കും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വളരെ അനുകൂലമായ സംഭവമായി മാറിയിട്ട് അധികം നാളുകളായിട്ടില്ല എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാം. എന്നാൽ ഈ കഥ നടക്കുന്ന സമയത്ത് US-ൽ യാഹു മെസ്സഞ്ചർ വളരെ സജീവമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ആദ്യം അവളുടെ തിരോധാനം അന്വേഷിച്ച പോലീസ് സംഘം അവളുടെ ചാറ്റ് ഹിസ്റ്ററി നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ചാറ്റ് ഹിസ്റ്ററിയിൽ ഒരു കാര്യം വ്യക്തമാണ്, റൊസാൻഡയും അവളും തമ്മിൽ പരിചയമുണ്ട്. പോലീസ് സ്വാഭാവികമായിട്ടും റൊസാൻഡയുടെ അടുത്തെത്തി. ജയിലിൽ അവനെ വിചാരണ തടവുകാരനായി പാർപ്പിച്ചിരിക്കുകയാണ്. സമർലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. റൊസാൻഡയോട് അവന് ജോവാന എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയാവുന്ന തിരക്കിയപ്പോൾ അവൻ ഉടൻ തന്നെ പോലീസിനോട് പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷെ അവൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവനെ ആ ചാറ്റ് ഹിസ്റ്ററി കാണിച്ചു. അതിങ്ങനെ പലരുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടിയാണ് അവൻ പറഞ്ഞത്. എനിക്ക് വേറൊന്നും അറിയില്ല, എനിക്കറിയാം ആ പെൺകുട്ടിയെ അറിയാം. പിന്നെ നീ നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞതോ? സാർ, ഒരുപാട് പിള്ളേരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതല്ലേ, എല്ലാവരും ഞാൻ ഓർത്തു വെക്കണം എന്നൊക്കെ പറഞ്ഞ് അത് പാടാണ്. അവന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. എന്തായാലും പോലീസ് അവന്റെ സ്റ്റാൻഡിനെ പൊളിക്കുന്നത് ആ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറുമായി കണക്ട് ചെയ്ത് നടത്തിയ ഒരു അന്വേഷണമാണ്. അവളുടെ മൊബൈൽ ഫോണിലേക്ക് അവന്റെ കോള് വന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ പോലീസിന് ഒരു സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ആ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. ആ ലാൻഡ് ഫോണിലേക്ക് അവന്റെ മൊബൈൽ ഫോണിൽ നിന്ന് അവൻ വിളിച്ചിട്ടുണ്ട് കൃത്യം 2 മണിക്ക്. മെയ് 3-ാം തീയതി രാത്രിയാണെങ്കിലും മെയ് 4 പുലർച്ചെ 2 മണിക്കാണ് ആ കോള്. മനഃപൂർവ്വം അവൻ അവളുടെ മൊബൈലിലേക്ക് വിളിക്കാത്തതല്ല, അവളുടെ മൊബൈൽ നമ്പർ അവന് അറിഞ്ഞുകൂടായിരുന്നു. അവളുടെ ലാൻഡ് നമ്പർ എന്നാൽ അവൾ തന്നെയാണ് കൊടുത്തത്. ആദ്യമൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവള് നമ്പർ കൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു. അവസാനം അവന്റെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൾ കൊടുത്തതാണ്. ആ നമ്പറിലേക്കാണ് ആ രാത്രിയിൽ അവൻ വിളിച്ചത്. ആ കാര്യം അവന്റെ മുന്നിൽ പോലീസ് അവതരിപ്പിച്ചപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഏതാണ്ട് അർദ്ധരാത്രിക്ക് തൊട്ടു മുമ്പ് വരെ അവളോട് ചാറ്റ് ചെയ്തിരുന്ന അവൻ ആ രാത്രി 2 മണിക്ക് അവളെ വിളിച്ചപ്പോൾ അവൾ ആദ്യം അവൻ പറഞ്ഞതുപോലെ വീട്ടു പുറത്തേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചു. പക്ഷെ അവസാനം അവൻ നിർബന്ധിച്ചപ്പോൾ അവള് ഇറങ്ങി ചെല്ലിയായിരുന്നു. അവൻ അത്യാവശ്യമായി എന്തോ ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അവളോട് സംസാരിച്ചിരുന്ന അവനെ അവൾക്ക് അറിയാവുന്നത് കൊണ്ടുകൂടി അവൾ ഇറങ്ങി ചെല്ലുകയായിരുന്നു. അവിടെ ആ ചുവന്ന ട്രക്ക് കിടക്കായിരുന്നു. ആ ചുവന്ന ട്രക്കിനകത്ത് കയറിയ അവളോട് അവൻ കുറെ നേരം സംസാരിച്ചു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരന്റെ സംഭാഷണം ഈ പെൺകൊച്ചിന് ഇഷ്ടമായത് കൊണ്ടാണ് അവള് ഇറങ്ങി ചെല്ലുന്നത്. അവള് അതുകൊണ്ട് തന്നെയാണ് ആ രാത്രി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവൻ അവളുടെ പുറത്ത് കൈവയ്ക്കാൻ തുടങ്ങി. ഒരു സെക്ഷൽ അട്രാക്ഷൻ അവൻ അവളോട് തോന്നിയത് കൊണ്ടാണ് ആ രാത്രിയിൽ അവൻ അവളെ വിളിച്ച് ആ ട്രക്കിനകത്ത് കയറ്റിയത്. അത് മനസ്സിലാക്കാതെ അവനോട് ചേർന്നിരുന്ന് സംസാരിച്ച അവൻ അവളുടെ പുറത്ത് കൈവച്ചതും അവള് വിസമ്മതിച്ചു. അവൾക്ക് അങ്ങനെ ഒരു സെക്സ് താല്പര്യം അവനോട് ഇല്ല എന്ന് പറഞ്ഞ് അവൾ ട്രക്കിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ തലമുടിയിൽ അവൻ പിടിക്കുന്നതും ആ ട്രക്കിന്റെ സൈഡിലോട്ട് പിടിച്ചടിക്കുന്നതും. ആ ഒരൊറ്റ ഇടിയിൽ ആ കൊച്ച് മരിച്ചു. തികച്ചും അപ്രതീക്ഷിതമായി ആ പെൺകുട്ടി മരിച്ചപ്പോൾ അവളുടെ ബോഡി എന്ത് ചെയ്യണം എന്ന ആലോചന അവനുണ്ടായി. അവൻ ഈ ലാബോ സിറ്റിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നല്ല പരിചയമുള്ളതാണ്. 1000-ൽ പരം ഏക്കറുകളായി പരന്നു കിടക്കുന്ന ആ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു ആളെ വലിച്ചെറിഞ്ഞാൽ ഡെഡ് ബോഡി ആണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കും. പക്ഷേ ഈ സൂട്ട്കേസ് പോലുള്ള സംഭവത്തിനകത്തോ ചാക്കിനകത്തോ ഒക്കെ ആക്കി ഇട്ടാൽ പിന്നെ ആരും കണ്ടെത്തത്തില്ല. അവിടെ കണ്ടെത്താൻ പറ്റാത്തതിന്റെ കാരണം മിക്കവാറും എല്ലാ പരിപാടിയും നടക്കുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ചായതുകൊണ്ടാണ്. ചവറുകൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ചവറ് നിരത്തി അതിന് മുകളിൽ മണ്ണിട്ട് നിരത്തി അതങ്ങ് മൈതാനമാക്കും. പിന്നെയും ചവറുകൾ വന്ന് നിറയും, അതിന് പുറത്ത് മണ്ണിടും നിരത്തും. അങ്ങനെ ഒരു ലാൻഡ് ഫില്ലിംഗ് പരിപാടിയാണ് നടക്കുന്നത്. എല്ലാ ചവറുകളും മണ്ണിനടിയിൽ അങ്ങ് ലയിക്കും. ശരിക്കും ഭാരം കൂടിയ റോളറുകൾ ഇഷ്ടം പോലെ ഈ മണ്ണിന് മുകളിൽ കൂടി ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ആ ബോഡി ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും ആ ബോഡി കണ്ടെത്തില്ല. അത് മനസ്സിലാക്കിയ റൊസാൻഡിയോ ഒരു സൂട്ട്കേസ് വാങ്ങിച്ച് അവളെ ഒടിച്ച് മടക്കി ആ സൂട്ട്കേസിനകത്ത് വെച്ചു. അവൻ ആ ചുവന്ന ട്രക്കിൽ അവളുടെ ഡെഡ് ബോഡി നിറച്ചു വെച്ചിരിക്കുന്ന സൂട്ട്കേസുമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ വേസ്റ്റ് ബോക്സുകൾ അവൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ആ വേസ്റ്റ് ബോക്സിനകത്തേക്ക് വളരെ വിദഗ്ധമായി അവൻ ആ സൂട്ട്കേസ് അങ്ങ് നിക്ഷേപിച്ചു. അവനറിയാം
നേരെ പുലരാറാകുമ്പോൾ ഈ വേസ്റ്റ് ബോക്സിൽ നിന്ന് വേസ്റ്റ് എടുത്ത് തട്ടുന്ന വാഹനങ്ങൾ വരുമെന്ന്. മനുഷ്യന്റെ കൈ തൊടാതെയാണ് അവിടെ വേസ്റ്റ് ആ ബോക്സിൽ നിന്ന് ഈ വണ്ടിക്കുള്ളിലേക്ക് വരുന്നത്. ആ ബോക്സിലേക്ക് കൈ കൊണ്ടുവന്നിട്ട് അതിനെ എടുത്തു പൊക്കി തലകുത്തനെ ഈ വണ്ടിയുടെ ആ തുറസായ ഭാഗത്തേക്ക് വെക്കുമ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം വണ്ടിക്കകത്ത് വീഴും. തിരിച്ച് ആ ബോക്സ് ഇരുന്ന സ്ഥലത്ത് തന്നെ വെക്കും. വാഹനം അങ്ങനെ മൂവ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ എല്ലാ വേസ്റ്റ് ബോക്സിൽ നിന്നും വേസ്റ്റ് എടുത്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ട് ആ വേസ്റ്റുമായി ആ ലാൻഡ് ഫില്ലിംഗ് മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ലാൻഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ വേസ്റ്റ് കൊണ്ടിടും. അപ്പോൾ അതിൻ്റെ പുറകെ വേറെ വണ്ടികൾ ഉണ്ടാവും, അവരും ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടും പോകും. കുറെ കഴിയുമ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന സംവിധാനം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പുറകെ നടക്കും. ആ പരിപാടി നടക്കുന്നതിനിടയിൽ 2-3 തവണ ഈ വേസ്റ്റ് ഇങ്ങനെ നിരത്തുന്ന പ്രക്രിയ നടക്കും. പിന്നീട് റോളർ നടക്കും, മണ്ണ് വരും, പിന്നെ റോളർ, അങ്ങനെ പല പ്രക്രിയകൾ കഴിയുന്നതിന്റെ ഫലമായിട്ട് അവിടെ അങ്ങനെ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു എന്നത് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ശൈലിയിലാവും. അത് നമ്മുടെ ഈ കഥാപാത്രത്തിന് അറിയാം. റൊസാൻഡയുടെ മനസ്സിൽ ശരിക്കും ആ ലാൻഡ് ഫില്ലിംഗ് മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവനൊരു സംശയം, അവിടെ ഇടുന്ന വേസ്റ്റുകൾ എത്ര ദിവസം കഴിയുമ്പോൾ ഈ ലാൻഡ് ഫില്ലിംഗ് പരിപാടിക്ക് വിധേയമാകും. അത് സമയത്ത് നടന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബോഡി ചിലപ്പോൾ ആരെങ്കിലും ശ്രദ്ധപ്പെടും. അതുമാത്രമല്ല, അവള് മിസ്സിംഗ് ആയിരിക്കുന്നുവെന്ന് വീട്ടുകാർ രാവിലെ തന്നെ അറിയും. അവളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കും. ഈ 2 കാര്യങ്ങളും മനസ്സിലുള്ളത് കൊണ്ട് അവൻ കൂടെ നെറ്റിൽ ആ പെൺകുട്ടിയുടെ പേര് സെർച്ച് ചെയ്യും. അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം സ്വാഭാവികമായിട്ടും നെറ്റ് സെർച്ച് ചെയ്ത് അവന് മുന്നിൽ എത്തിക്കുമല്ലോ. അവൻ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ആ ജോബാനയുടെ പേര് അതുകൊണ്ടാണ് സെർച്ച് ചെയ്തത്. 1 കൊല്ലമായിട്ടും ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വാർത്തയും പത്രങ്ങളിൽ അങ്ങനെ ശ്രദ്ധേയമായ ശൈലിയിൽ വരാത്ത സാഹചര്യത്തിലാണ് ഈ 2ാമത്തെ പെൺകൊച്ചിനെ തട്ടിയപ്പോൾ അവൻ വീണ്ടും ആ സൂട്ട് കേസ് തന്നെ ആലോചിച്ചത്. എത്ര ആളുകളെ കൊന്ന് ആ ലാൻഡ് ഫില്ലിംഗ് മേഖലയെ കൊണ്ട് കളഞ്ഞാലും ഒരാളും അവനെ അന്വേഷിച്ചെത്തത്തില്ല. ആ ലാൻഡ് ഫില്ലിംഗ് മേഖലയുടെ മെക്കാനിസം അവന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ സമ്മർലിയെ തട്ടിയപ്പോൾ അവളെ ഒളിച്ചു മടക്കി ഇടാൻ പറ്റുന്ന ഒരു സൂട്ട് കേസ് സംഘടിപ്പിക്കുന്നതും പിന്നീട് ആ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നു. അവൻ ഈ കഥയൊക്കെ പോലീസിനോട് പറയുമ്പോൾ പോലീസിന് അറിയേണ്ടത് എവിടെയാണ് അവൻ ആദ്യത്തെ പെങ്കൊച്ചിന്റെ ആ ഡെഡ് ബോഡി ഉപേക്ഷിച്ചെന്നാണ്. 1260 ഏക്കറിലായി പരന്നു കിടക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് ഈ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ മാലിന്യം കിടക്കുകയാണ്. ജപ്പാനിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ ചെയ്തതിന് ശേഷം അത് വലിയ കുന്നായി മാറിയിട്ടുണ്ട്. ആ കുന്നിൽ നിറയെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇപ്പൊ അതൊരു ശരിക്കും ആകർഷകമായ ഒരു ഗാർഡനായി മാറിയിരിക്കുകയാണ്. നമുക്ക് അതിന്റെ അടിയിൽ മുഴുവൻ വേസ്റ്റ് ആണെന്ന് കേട്ടാൽ ഞെട്ടലേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഈ പർട്ടിക്കുലർ മേഖലയിൽ ടെക്സാസിലെ എൻറ്റയർ വേസ്റ്റ് വരും. പക്ഷെ ഓരോ സിറ്റിക്കും പ്രത്യേകം സ്ഥലങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് സിറ്റിയുടെ ഏരിയയാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാന ചോദ്യം. പോലീസിന് ഇപ്പോൾ അറിയാം അവന്റെ ഈ ക്രൈം നടന്നിരിക്കുന്നത് ലാബോ സിറ്റിയിലാണ്. അപ്പോൾ ലാബോ സിറ്റിക്കകത്തുള്ള ഏതോ വേസ്റ്റ് ബോക്സിലാണ് അവൻ സാധനം ഇട്ടതെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് ലാബോ സിറ്റിയുടെ ആ ലാൻഡ് ഫില്ലിംഗ് ഏരിയ സെർച്ച് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ സെർച്ച് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നും അല്ലായിരുന്നു. കാര്യം ഇതിനിടയിൽ പത്രങ്ങളും അതുപോലെ ടി വി ചാനലുകളും ഒക്കെ ജനങ്ങളെ അറിയിച്ചപ്പോൾ 100-ലധികം വോളണ്ടിയേഴ്സ് ആണ് ഈ സെർച്ചിന് വേണ്ടി രംഗത്തിറങ്ങിയത്. ഒരുപാട് പോലീസുകാർ, മാധ്യമപ്പട, പിന്നെ ഈ ലാൻഡ് ഫില്ലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അങ്ങനൊരു വലിയ ടീം തന്നെ രംഗത്തിറങ്ങി. അവർ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങിയാണ്. എവിടെയാണ് ഈ വേസ്റ്റ് ഇട്ടതെന്ന് അറിയത്തില്ലല്ലോ. ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ ഏകദേശം 1.5 കൊല്ലമായി. 1.5 കൊല്ലം മുമ്പ് വേസ്റ്റ് ഇട്ട സ്ഥലത്തിന്റെ മുകളിൽ പിന്നെയും വേസ്റ്റ് വന്നിട്ടുണ്ടാവും. അതിന് മുകളിൽ വേറെ വേസ്റ്റ് വന്ന് കാണും. ഇനി ആ ഭാഗത്ത് ലാൻഡ് ഫില്ല് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യവും അറിയാൻ പറ്റത്തില്ല. ലാൻഡ് ഫില്ലിംഗ് ഒരു വശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വേസ്റ്റിന്റെ പുറത്തുകൂടി ആ റോളർ ഓടിച്ച് നല്ല ഉറപ്പിച്ചിട്ട് മണ്ണിട്ട് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതോടുകൂടി പിന്നെ ആ ഭാഗത്ത് ഒരു സെർച്ച് എന്ന് പറഞ്ഞാൽ അത് തികച്ചും അസംഭവ്യമാണ്. എന്തായാലും നമ്മുടെ വോളണ്ടിയേഴ്സും പോലീസും ലാൻഡ് ഫില്ലിംഗ് ടീമും എല്ലാം കൂടി നടത്തിയ അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം അവർക്കൊരു സൂട്ട് കേസ് കിട്ടി. അവര് നോക്കുന്നത് ഈ സൂട്ട് കേസാണ്. ഒരുപാട് സൂട്ട് കേസുകൾ അവിടെ വലിച്ചെറിയപ്പെടാറുണ്ട്. ഈ വാൾമാർട്ടിൽ നിന്നുള്ള ആ വലിയ സൂട്ട് കേസ്, അതാണ് അവരുടെ ടാർഗറ്റഡ് സൂട്ട് കേസ് എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് 3 മാസത്തെ തിരച്ചിൽ പൂർത്തിയാകുന്ന സമയത്ത് അവർക്ക് ആ സൂട്ട് കേസ് കിട്ടി. 12 ആഴ്ചകളാണ് വോളണ്ടിയേഴ്സും പോലീസും ചേർന്ന് അവിടെ അരിച്ചു പറക്കിയത്. അവര് ആ അന്വേഷണം ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് തോന്നിയ സമയത്ത് ആ സൂട്ട് കേസ് അവർക്ക് കിട്ടുന്നത്. ശരിക്കും ഈ തിരച്ചിൽ നടക്കുമ്പോൾ ആ പരിസരത്തുകൂടി പോലും ഒരാൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ
നാറ്റം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറും. ദുർഗന്ധം മാറാൻ വേണ്ടിയാണ് ഇതിന്റെ പുറത്ത് പൊടിയൊക്കെ വിതറിയതിനു ശേഷം മണ്ണിട്ട് ലെവൽ ചെയ്യുന്നത്. അതൊക്കെ കുത്തി ഇളക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദുർഗന്ധം ഇങ്ങനെ വരുമല്ലോ. നേരെ ചത്തതും കൊന്നതുമായ എല്ലാം അവിടെ ഉണ്ട്. ജീവജാലങ്ങളുടെ വേസ്റ്റും അതുപോലെ ഈ ജൈവ മാലിന്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവർ തിരക്കുന്നത് ആ സൂട്ട്കേസ് ആണല്ലോ. ആ സൂട്ട്കേസ് കൃത്യം 3 മാസം പൂർത്തീകരിക്കാറായപ്പോഴാണ് അവർക്ക് കിട്ടിയത്. നന്നായി മണ്ണ് പിടിച്ച് ഏതാണ്ട് ദ്രവിച്ചു തുടങ്ങിയ ശൈലിയില സൂട്ട്കേസ് ഉള്ളത്. ശരിക്കും ദുർഗന്ധമുള്ള ആ പരിസരത്ത് വെച്ച് ആ സൂട്ട്കേസ് തുറക്കുമ്പോൾ ആ സൂട്ട്കേസിനകത്ത് ഒരു അസ്ഥികൂടം. ചതയും മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. കഥ ശരിയാണെങ്കിൽ ഏകദേശം 1.5 കൊല്ലം മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആകണം ആ സൂട്ട്കേസിനകത്ത് ഉള്ളത്. എന്നാലും ആ സ്കെലിറ്റൻ കണ്ടപ്പോൾ തന്നെ റൊസാൻഡിയോ പറഞ്ഞ കഥയിലെ കഥാപാത്രമാണ് അതിനകത്തുള്ളതെന്ന് ഒരു തോന്നൽ അന്വേഷണ സംഘത്തിനുണ്ടായി. ഫോറൻസിക് പരിശോധന നടത്താൻ വേണ്ടി അതിനകത്ത് ഒന്നുമില്ല എന്നാണ് സത്യം. ഒരു തെളിവും അവിടെ നിന്ന് കിട്ടത്തില്ല. കാലം ആ തെളിവുകളൊക്കെ മാച്ചിരിക്കുകയാണ്. പക്ഷെ എത്ര മാച്ചാലും മായ്ക്കാൻ പറ്റാത്ത ഒന്ന് ഈ DNA ആണല്ലോ. എല്ലുകൾ അപ്പോഴും കുറേശ്ശെ ബാലൻസ് ഉണ്ട്. എല്ലിലെ മജ്ജയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ദ്രവിച്ചു പോയെങ്കിലും DNA പരിശോധനയ്ക്ക് പര്യാപ്തമായ ശൈലിയിൽ അവശേഷിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ ഉപയോഗിച്ച് നടത്തിയ DNA പരിശോധനയിൽ അത് ഉറപ്പായി. ജോവാനയുടെ ഡെഡ് ബോഡിയാണ് ആ സൂട്ട്കേസിനകത്ത് ഉണ്ടായിരുന്നത്. പോലീസിന് അത് കൂടുതൽ കൺഫേം ആക്കാൻ പറ്റിയത് ആ ഡെഡ് ബോഡിയുടെ തലയോട്ടിയിൽ നിന്നാണ്. ആ തലയോട്ടിയുടെ വായിലെ പല്ലുകൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ പല്ലുകളുടെ പരിശോധന ആ കാര്യം ഉറപ്പാക്കി. അത് ജോവാനയുടെ തന്നെയാണ്. ഈ സമയത്ത് സമ്മർലിയുടെ വിചാരണ കോടതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജോവാനയുടെ കേസും ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൂടി റൊസാൻഡിയോയുടെ കേസിനോടൊപ്പം ആഡ് ചെയ്തതും കോടതി വിചാരണയ്ക്ക് ശേഷം അവന് വധശിക്ഷ വിധിച്ചു. 2008 മെയ് 14 വിധി വരുന്നത്. ആ വിധി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ധാരാളം അപ്പീലുകൾ റൊസാൻഡിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അവന്റെ മാതാപിതാക്കൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവര് മകന് വേണ്ടി കൈയും മെയ്യും മറന്ന് രംഗത്തിറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിധി നടപ്പിലാക്കുന്ന പ്രക്രിയ നീണ്ടു പോയെങ്കിലും 2018 മാർച്ച് 27 കോടതി ഉത്തരവ് പ്രകാരം ആ വധശിക്ഷ നടപ്പിലാക്കി. റൊസാൻഡിയുടെ ആ സൂട്ട്കേസ് വഴിയുള്ള കൊലപാതകങ്ങൾ US ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള കൊലപാതക പരമ്പരയാണ്. റൊസാൻഡിയോ വേറെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയാനായി പോലീസ് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. വേറെ കൊലപാതകങ്ങളൊന്നും റൊസാൻഡിയോയുമായി കണക്ട് ചെയ്യാൻ പോലീസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൊസാൻഡിയോ സീരിയൽ കില്ലറാണെന്നും ആകെ 2 കൊലയെ നടത്തിയിട്ടുള്ളെന്നും ഇനി അവനെ തുറന്നുവിട്ടാൽ അവൻ കൂടുതൽ കൊലകൾ നടത്തുമെന്നും വിചാരണ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രോസിക്യൂഷൻ കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജയിലിൽ വെച്ച് തന്നെ അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.